ഗസ ഞങ്ങൾ എടുക്കുമെന്ന് അമേരിക്ക, എന്നാൽ ഇസ്രായേലിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് ഫലസ്തീൻ അവിടെ തന്നെ കാണുമെന്ന് സൗദി അറേബ്യ. ഫലസ്തീനെ സൗദിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇസ്രായേൽ. സൗദിയെ തൊട്ട് കളിക്കേണ്ടെന്ന് UAE. ഫലസ്തീൻ അമേരിക്ക സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് ട്രംപും നെതന്യാഹുവും തുടങ്ങിയ കളി ഇപ്പോൾ അമേരിക്കൻ വിരുദ്ധ അറബ് ചേരിയെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫലസ്തീൻ രാഷ്ട്രം സൗദിയിൽ സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനക്കെതിരെ UAE ശക്തമായി രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രസ്താവന പ്രകോപനപരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്നാണ് വിഷയത്തിൽ UAE പ്രതികരിച്ചത്. UAE വിദേശകാര്യ മന്ത്രാലയം സഹമന്ത്രി ഖലീഫ ബിൻ ഷാഹിർ അൽ മററാണ് ഭരണകൂടത്തിന് വേണ്ടി പ്രസ്താവന ഇറക്കിയത്. സൗദി അറേബ്യയുടെ പരമാധികാരത്തെ അതിശക്തമായി പിന്തുണക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. സൗദിയുടെ പരമാധികാരം അലംഘനീയമായ റെഡ് ലൈനാണ്. ഒരു രാജ്യവും അത് ദുർബലമാക്കാനോ ലംഘിക്കാനോ ശ്രമിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു ശക്തിക്കും മറികടക്കാൻ അവകാശമില്ലാത്ത അതിർത്തിയെയാണ് റെഡ് ലൈൻ എന്ന് പറയുന്നത്. നെതന്യാഹുവിൻ്റെത് പ്രകോപനപരവും അസ്വീകാര്യവുമായ പ്രസ്താവനയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറുകളുടെയും നഗ്നമായ ലംഘനവും. പ്രസ്താവനയെ UAE പൂർണ്ണമായി തള്ളുന്നു. സൗദിയുടെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും മേലുള്ള എല്ലാ ഭീഷണികൾക്കുമെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു. ഫലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യം സ്വീകരിക്കുന്ന ചരിത്രപരമായ നിലപാട് UAE ആവർത്തിക്കുകയും ചെയ്തു. ഫലസ്തീനികളെ കുടിയിറക്കാനോ അവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും UAE എതിർക്കുമെന്ന് ഖലീഫ ബിൻ ഷാഹിർ അൽ മറർ വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിലുള്ള ഏക പരിഹാരമെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സൗദിക്കെതിരെ വിവാദ പരാമർശവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. സൗദിയിൽ ധാരാളം സ്ഥലമുണ്ട്, അവിടെ ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ സൗദികൾക്ക് കഴിയുമെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രസ്താവനക്കെതിരെ സൗദി ശക്തമായി പ്രതികരിച്ചതോടെ സംഭവം വിവാദമായി. ഇതിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങളും കൂട്ടായ്മകളും ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. ഇവിടേക്കാണ് ഇപ്പോൾ കൂടുതൽ കടുത്ത പ്രസ്താവനയുമായി UAE കൂടി എത്തുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.